നമസ്കാരം, ഗൾഫ് ഫോക്സിലേക്ക് സ്വാഗതം. വ്രതശുദ്ധിയിൽ വിശ്വാസികൾ. മക്കയിലും മദീനയിലുമുള്ള ഹറം പള്ളികളിൽ പ്രാർത്ഥനാനിരതമായിരിക്കാൻ അപേക്ഷ ബുധനാഴ്ച സ്വീകരിച്ചു തുടങ്ങും. റമദാൻ അവസാനത്തെ 10 ദിവസമായിരിക്കും പ്രത്യേക പ്രാർത്ഥനയ്ക്ക് അവസരം നൽകുക. അതേസമയം മക്കയിൽ മുടി മുറിക്കാൻ നുസുക് മൊബൈൽ സർവീസ് ആരംഭിച്ചു. മക്കയിലെ മസ്ജിദുൽ ഹറാം പള്ളിയിലും മദീനയിലെ മസ്ജിദ് നബവി പള്ളിയിലും വിശ്വാസികൾക്ക് ഇഅ്തികാഫിരിക്കാൻ, അതായത് ഭജനമിരിക്കാനുള്ള സൗകര്യം റമദാനിലെ അവസാനത്തെ 10 ദിവസമാണ്. രജിസ്റ്റർ ചെയ്യുന്നവർക്ക് മാത്രമായിരിക്കും ഇഅ്തികാഫിനുള്ള അവസരം. രജിസ്ട്രേഷൻ മാർച്ച് 5 ബുധനാഴ്ച രാവിലെ 11 മണിക്ക് ആരംഭിക്കും. alharamain.gov.si എന്ന വെബ്സൈറ്റ് വഴിയാണ് രജിസ്റ്റർ ചെയ്യേണ്ടത്. അനുവദിച്ച സ്ലോട്ട് അവസാനിച്ചാൽ രജിസ്ട്രേഷൻ നിർത്തും. റമദാൻ 20 മുതൽ 30 വരെയായിരിക്കും ഇഅ്തികാഫിരിക്കാൻ സൗകര്യമൊരുക്കുക. ഇഅ്തികാഫിരിക്കുന്നവർക്ക് താമസിക്കാനും ആരാധനാ കർമ്മങ്ങൾ നിർവഹിക്കാനുമുള്ള എല്ലാ സൗകര്യങ്ങളും ഹറംകാരി വിഭാഗം ഒരുക്കും. അതേസമയം ഉംറയ്ക്ക് ശേഷം തീർത്ഥാടകർക്ക് ഇഹ്റാമിൽ നിന്ന് വിരമിക്കാൻ, അതായത് തഹല്ലുലാകാൻ നുസുക്ക് പുതിയ സേവനം ആരംഭിച്ചു. തീർത്ഥാടകർക്ക് മുടിയെടുക്കാൻ ഹറം പള്ളിക്ക് സമീപം മൊബൈൽ ബാർബർ സർവീസാണ് പരീക്ഷണാടിസ്ഥാനത്തിൽ ആരംഭിച്ചത്. ഉംറയുടെ ഭാഗമായ സഅയ് അവസാനിക്കുന്ന മർവയ്ക്ക് പുറത്ത് 5 വാഹനങ്ങളിലായാണ് ഈ സേവനമുള്ളത്. ജലീൽ കണമകലം, 24 ജിദ്ദ. പുണ്യ റമദാനെ ആവേശത്തോടെ സ്വീകരിച്ച് ഗൾഫ് നാടുകളിലെ വിശ്വാസികൾ. ഇഫ്താറുകളും രാത്രി നമസ്കാരങ്ങളുമായി വിശ്വാസികൾ പള്ളികളിൽ സജീവമാവുകയാണ്. മലയാളികളടക്കമുള്ളവർ ഇഫ്താർ ടെന്റുകളിൽ ഭക്ഷണമൊരുക്കിയും മറ്റും സജീവമാണ്. അരുൺ പാറാട്ട് തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക്. റമദാൻ മാസക്കാലങ്ങളിൽ ഗൾഫ് നാടുകളിൽ ഇത്തരം ടെന്റുകൾ സർവ്വസാധാരണമാണ്. സ്നേഹത്തിൻ്റെയും പങ്കുവെക്കലിൻ്റെയും വലിയ സന്ദേശം പകരുന്ന ഇഫ്താർ ടെന്റുകൾ. വിവിധ രാജ്യക്കാരായ ആളുകൾക്ക് ഒരുമിച്ചെത്തി മനസ്സു നിറഞ്ഞ് നോമ്പ് മുറിച്ച് മടങ്ങാനുള്ള ഇടങ്ങളാണ് ഇത്തരം തമ്പുകൾ. ആർക്കും കയറി വരാവുന്ന, ഓരോരുത്തരെയും പുഞ്ചിരിയോടെ സ്വീകരിച്ച് ഭക്ഷണം നൽകുന്ന ഇടങ്ങൾ. സാഹോദര്യത്തിൻ്റെയും പരസ്പര സ്നേഹത്തിൻ്റെയും മനോഹര കാഴ്ചകളാണ് ഇവിടെയെങ്ങും. പള്ളികളോട് ചേർന്ന് വിശാലമായ സ്ഥലങ്ങളിലുമാണ് ഇത്തരത്തിലുള്ള ടെന്റുകൾ കാണുക. ഒരേ സമയം ആയിരക്കണക്കിന് ആളുകൾക്ക് ഭക്ഷണം കഴിക്കാനുള്ള സൗകര്യം ഇത്തരം ടെന്റുകൾ ഉണ്ടാകുമെന്നതാണ് പ്രത്യേകത. വൈകിട്ട് 5 മണിയോടെ ഭക്ഷണം ഒരുക്കുന്നതിനുള്ള സജ്ജീകരണങ്ങൾ ഇവിടെ ആരംഭിക്കും. മലയാളികൾ അടക്കമുള്ള ആളുകളാണ് വോളണ്ടിയർമാരായി നിസ്വാർത്ഥ സേവനം നടത്തുന്നത്. പെരുന്നാൾ അറിയിക്കുന്ന ദിവസം വരെ ഇവരിങ്ങനെ കൈമെയ് മറന്ന് നിറഞ്ഞു നിൽക്കും. മാക്സിമം എത്ര പേരെ ഉൾക്കൊള്ളാൻ പറ്റുന്നോ അത്രയും നമ്മൾ അറേഞ്ച് ചെയ്തിട്ട് എല്ലാവരും ഇരുത്തിയിട്ട് ഭക്ഷണം കൊടുക്കുക എന്നുള്ളതാണ് ഗവൺമെൻറ്റിൻ്റെ പോളിസി. അത് നമ്മൾ വളണ്ടിയറായിട്ട് നമ്മൾ നടപ്പിലാക്കുകയാണ്. ശേഷം ഞങ്ങൾ 2 മണിക്ക് ശേഷം ഇവിടുന്ന് ഫുഡ് കളക്ട് ചെയ്യാനും അതിനുശേഷം 5 മണിക്ക് ശേഷം ഫുഡ് ഇവിടെ ഡിസ്ട്രിബ്യൂട്ടേഷനും ആൾക്കാരെ കറക്റ്റായിട്ട് കൗണ്ട് ചെയ്ത് ഇരുത്താനും എല്ലാ കാര്യങ്ങളുമായിട്ട് നല്ല രീതിയിൽ കാര്യങ്ങൾ നടന്നു പോകുന്നുണ്ട്. ഈ വർഷവും അതുപോലെ നടക്കട്ടെ എന്ന് പ്രാർത്ഥിക്കാം. അതിന് എല്ലാവിധ സപ്പോർട്ടും നിങ്ങൾ പ്രതീക്ഷിക്കാം. അതിനായിട്ട് പിന്നെ നമ്മൾ ഇതിനേക്കാൾ കൂടുതൽ നമ്മൾ ലേബർ ക്യാമ്പിലാണ് ഇതിന് നമ്മൾ ചെയ്യുന്നത്. കാരണം എന്ന് വെച്ചാൽ അവിടെ ഓൾമോസ്റ്റ് 500-ഓളം വളണ്ടിയേഴ്സ് പ്രവർത്തിക്കുന്നുണ്ട്. പങ്കുവെക്കലിൻ്റെ വലിയ സന്ദേശം പകർന്ന് റമദാനിൽ 30 ദിവസം ഈ ടെന്റുകൾ ഇങ്ങനെ പ്രവർത്തിക്കും. സാധാരണക്കാരായ പ്രവാസികൾക്ക് വലിയ ആശ്വാസമാണ് ഇത്തരം ടെന്റുകൾ. ദുബായിൽ നിന്നും ശരത് ചെറുകുന്നിനൊപ്പം അരുൺ പാറാട്ട്, 24. റിയാദിലെ പയ്യന്നൂർ സൗഹൃദവേദിയുടെ ആഭിമുഖ്യത്തിൽ ഈ വർഷത്തെ ആദ്യ ദിവസത്തെ നോമ്പുതുറ സംഘടിപ്പിച്ചു. റിയാദ് മാലാസിൽ നടന്ന ഇഫ്താർ വിരുന്നിൽ ഇന്ത്യൻ എംബസി ഉദ്യോഗസ്ഥരും സാമൂഹിക സാംസ്കാരിക രംഗത്തെ പ്രമുഖരും പങ്കെടുത്തു. കഴിഞ്ഞ 15 വർഷമായി റമദാനിലെ ആദ്യ ദിവസത്തെ നോമ്പുതുറ സംഘടിപ്പിച്ചുകൊണ്ട് റിയാദിലെ ഇഫ്താർ വിരുന്നുകൾക്ക് തുടക്കം കുറിക്കുന്ന സംഘടനയാണ് പയ്യന്നൂർ സൗഹൃദവേദി. പതിവ് തെറ്റാതെ സംഘടനയുടെ നേതൃത്വത്തിൽ ഇത്തവണയും വിപുലമായ ഇഫ്താർ പരിപാടി സംഘടിപ്പിച്ചു. പണ്ഡിതനും വാഗ്മിയുമായ സയ്യിദ് സുല്ലമിയുടെ റമദാൻ സന്ദേശത്തോടെയാണ് പരിപാടികൾ ആരംഭിച്ചത്. നോമ്പ് തുറക്ക് ശേഷം നടന്ന പ്രത്യേക ചടങ്ങിൽ പ്രസിഡന്റ് സനു പയ്യന്നൂർ അധ്യക്ഷ പ്രസംഗവും ജനറൽ സെക്രട്ടറി സിറാജ് തെഡിൽ സ്വാഗതവും പറഞ്ഞു. പരിപാടിയോടനുബന്ധിച്ച് സദസ്യർക്കായി നടത്തിയ റമദാൻ പ്രശ്നോത്തരിയിൽ വിജയികളായവർക്കുള്ള സമ്മാന വിതരണവും ചടങ്ങിൽ വെച്ച് നടന്നു.
കഴിഞ്ഞ വർഷത്തെ 10-12 ക്ലാസ് പരീക്ഷകളിൽ മികച്ച വിജയം നേടിയ സംഘടനയിലെ അംഗങ്ങളുടെ മക്കൾക്കുള്ള പുരസ്കാരവും വിതരണം ചെയ്തു. അന്തരിച്ച പ്രമുഖ സാമൂഹിക പ്രവർത്തകൻ സത്താർ കായംകുളത്തിൻ്റെ പേരിൽ കൃപ റിയാദ് ഏർപ്പെടുത്തിയ വിദ്യാഭ്യാസ അവാർഡ് നിധിയിലേക്കുള്ള പയ്യന്നൂർ സൗഹൃദവേദിയുടെ വിഹിതവും ചടങ്ങിൽ കൈമാറി. ഇന്ത്യൻ എംബസി സെക്കൻഡ് സെക്രട്ടറി BS മീന, അറ്റാഷെ അർജുൻ സിംഗ് എന്നിവർ പരിപാടിയിൽ സംബന്ധിച്ചു. റിയാദിലെ പ്രമുഖ സാമൂഹിക പ്രവർത്തകനായ ശിഹാബ് കൊട്ടുകാട്, പയ്യന്നൂർ സൗഹൃദവേദി മുഖ്യ ഉപദേശക സമിതി അംഗം അബ്ദുൾ മജീദ്, ഡോക്ടർ രാമചന്ദ്രൻ, കേളി ജനറൽ സെക്രട്ടറി സുരേഷ് കണ്ണപുരം, OICC സെൻട്രൽ കമ്മിറ്റി വൈസ് പ്രസിഡന്റ് ബാലു, NRK ജനറൽ കൺവീനർ സുരേന്ദ്രൻ കൂട്ടായി, ഫോർക്ക ഉപദേശക സമിതി അംഗം വിജയൻ നെയ്യാറ്റിങ്കര, അഡ്വക്കേറ്റ് MK അജിത്, ഷാജി മഠത്തിൽ, നിസാം, റിഷാദ്, ഫിറോസ് പോത്തങ്കോട്, സഫീർ, VK മുഹമ്മദ് മുതലായവർ പരിപാടിയിൽ ആശംസകൾ നേർന്നു സംസാരിച്ചു. ട്രഷറർ ഷിബു നന്ദി രേഖപ്പെടുത്തി. 24 റിയാദ്. സൗദി അറേബ്യയുടെ വിഷൻ 2030 പിന്തുണയേകുന്ന സുസ്ഥിര പദ്ധതികളുടെ ഭാഗമായി ആദ്യ സോളാർ പ്രൊജക്ട് യാഥാർത്ഥ്യമാക്കി ലുലു ഗ്രൂപ്പ്. 502.7 കിലോവാട്ടിന്റെ റൂഫ് ടോപ്പ് സോളാർ പാനലാണ് റിയാദ് സെൻട്രൽ വെയർഹൌസിൽ സ്ഥാപിച്ചത്. പ്രതിവർഷം 846 മെഗാവാട്ട് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കാൻ പുതിയ സോളാർ പ്രൊജക്ടിലൂടെ കഴിയും. ഇതിലൂടെ പ്രതിവർഷം 382 മെട്രിക് ടൺ വരെ കാർബൺ എമിഷൻ കുറയ്ക്കാനാകും. സൗദി ഇലക്ട്രിസിറ്റി കമ്പനിയുമായി സഹകരിച്ചാണ് പദ്ധതി. സോളാർ പ്രൊജക്ട് യാഥാർത്ഥ്യമാക്കാൻ കഴിയുന്നതിൽ അഭിമാനമുണ്ടെന്ന് ലുലു സൗദി ഡയറക്ടർ ഷഹീബ് മുഹമ്മദ് പറഞ്ഞു. സ്വകാര്യ ചാന്ദ്രദൗത്യമായ ബ്ലൂ ഗോസ്റ്റ് മിഷൻ 1 വിജയം. അമേരിക്കൻ കമ്പനി ഫയർഫ്ലൈ എയറോസ്പേസിന്റെ പേടകം ചന്ദ്രോപരിതലത്തിൽ ലാൻഡ് ചെയ്തു. നേരത്തെ ബ്ലൂ ഗോസ്റ്റ് പകർത്തിയ ചന്ദ്രോപരിതലത്തിലെ ദൃശ്യങ്ങൾ പുറത്തുവന്നിരുന്നു. ബഹിരാകാശ ഗവേഷണ രംഗത്ത് സ്വകാര്യ മേഖലയിലെ നിർണായക കാൽവയ്പാണിത്. ചന്ദ്രനിൽ സുരക്ഷിത ലാൻഡിംഗ് സമ്പൂർണ്ണ വിജയമാക്കുന്ന ആദ്യ സ്വകാര്യ കമ്പനിയായി ഫയർഫ്ലൈ എയറോസ്പേസ് മാറി. ചന്ദ്രനിൽ ഇറങ്ങുന്ന രണ്ടാമത്തെ സ്വകാര്യ ലാൻഡർ കൂടിയാണ് ബ്ലൂ ഗോസ്റ്റ്. നാസയുടെ സഹായത്തോടെ ജനുവരി 15-നാണ് സ്പേസ് എക്സ് ഫാൽക്കൺ 9 റോക്കറ്റിൽ ബ്ലൂ ഗോസ്റ്റ് ദൗത്യം ആരംഭിച്ചത്. ഫെബ്രുവരി 13-ന് പേടകം ചന്ദ്രന്റെ ഭ്രമണപഥത്തിലെത്തി. ബ്ലൂ ഗോസ്റ്റ് പകർത്തിയ ചന്ദ്രന്റെ വീഡിയോ ശാസ്ത്രലോകത്ത് വലിയ ചർച്ചയായി. പിന്നീട് ചന്ദ്രോപരിതലത്തിൽ ഇറങ്ങുന്നതിനുള്ള കാത്തിരിപ്പായിരുന്നു. ലാൻഡിംഗിനു ശേഷം ബ്ലൂ ഗോസ്റ്റ് പകർത്തിയ ആദ്യ ചിത്രം ഫയർഫ്ലൈ എയറോസ്പേസ് പുറത്തുവിട്ടു. ചന്ദ്രന്റെ ഉൾഭാഗങ്ങളിലെ താപപ്രവാഹങ്ങളെക്കുറിച്ചും താപപരിണാമത്തെക്കുറിച്ചുമാകും ലാൻഡർ പ്രധാനമായും പഠിക്കുക. ചന്ദ്രന്റെ കാന്തിക വൈദ്യുത മണ്ഡലങ്ങളെക്കുറിച്ചുള്ള ഡേറ്റ ശേഖരിക്കുന്നതിലൂടെ ഗവേഷകർക്ക് അവയുടെ പ്രത്യേകതകളെക്കുറിച്ചും ബ്ലൂ ഗോസ്റ്റ് നിർണായക വിവരങ്ങൾ കൈമാറുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. റിസർച്ച് ഡെസ്ക് 24. മുണ്ടക്കൈ ചൂരൽമല ഉരുൾപൊട്ടൽ ദുരന്തബാധിതർക്ക് സ്വന്തം നിലയിൽ 100 വീടുകൾ വെച്ച് നൽകുമെന്ന് മുസ്ലിം ലീഗ്. 8 സെന്റിൽ 1000 സ്ക്വയർ ഫീറ്റ് വീടാണ് നിർമ്മിച്ചു നൽകുക. ഇതിനായി PK ബഷീർ MLAയുടെ നേതൃത്വത്തിൽ സമിതി രൂപീകരിച്ചു. ഇത്രനാൾ സർക്കാർ നടപടികൾക്കായി കാത്തുനിന്നെങ്കിലും പ്രയോജനമുണ്ടായില്ലെന്ന് നേതാക്കൾ വിമർശിച്ചു. ഇത്ര നാൾ കാത്തു, ഇനി മുണ്ടക്കൈ ചൂരൽമല ദുരന്തബാധിതർക്കായുള്ള വീട് നിർമ്മാണം സ്വന്തം നിലയിലെന്നാണ് ലീഗ് നേതാക്കൾ പറയുന്നത്. മേപ്പാടിയിൽ വിവിധയിടങ്ങളിലായാണ് സ്ഥലങ്ങൾ കണ്ടെത്തിയിട്ടുള്ളത്. 8 സെന്റിൽ 1000 സ്ക്വയർ ഫീറ്റ് വീടാണ് നിർമ്മിച്ചു നൽകുക. സർക്കാരിൻ്റെ തീരുമാനം ഞങ്ങൾ കുറെ കാത്തിരുന്നു. പക്ഷേ ഇപ്പോൾ ഞങ്ങൾക്ക് അങ്ങനെ വൈകി പോകുന്നതിൽ ബുദ്ധിമുട്ടുണ്ട്. അപ്പോൾ വൈകാതെ തന്നെ അവിടെ ആ പുനരധിവാസം ഉറപ്പുവരുത്തണം. അതിനുവേണ്ടി മുസ്ലിം ലീഗ് തന്നെ ഇപ്പോൾ സ്ഥലങ്ങളൊക്കെ എടുത്ത് ബാക്കി പ്രവർത്തനങ്ങളുമായിട്ട് മുന്നോട്ട് പോകും. റമദാൻ മാസത്തിന് ശേഷം വീടുകളുടെ നിർമ്മാണം തുടങ്ങും. ഇതിനായി PK ബഷീർ MLAയുടെ നേതൃത്വത്തിൽ സമിതി രൂപീകരിച്ചു. ഗുണഭോക്താക്കളെ ഈ സമിതി കണ്ടെത്തും. സർക്കാരിൻ്റെ സഹായത്തിന് വേണ്ടി നമ്മൾ നോക്കും. സർക്കാരിന് സഹായം കിട്ടും. സ്ഥലവും വീടും നമ്മൾ വെച്ചു കൊടുക്കേണ്ട. അതിൻ്റെ പുറമെ സർക്കാർ നൽകുന്ന ധനസഹായം അത് അവർക്ക് കിട്ടാൻ വേണ്ടി അതും ഞങ്ങൾ നോക്കും. ദുരന്തബാധിതർക്കായ റമദാൻ കിറ്റുകളും ലീഗ് വിതരണം ചെയ്യുന്നുണ്ട്. 24 വയനാട്. മുണ്ടക്കൈ ചൂരൽമല ഉരുൾപൊട്ടൽ ദുരന്തബാധിതരെ ഒറ്റ ടൗൺഷിപ്പിന് കീഴിൽ കൊണ്ടുവരണമെന്നാണ് സർക്കാർ ആഗ്രഹിക്കുന്നതെന്ന് റവന്യൂ മന്ത്രി K രാജൻ. സർക്കാരിന്റെ നടപടിക്രമങ്ങൾ വൈകിയിട്ടില്ല. 61-ാം ദിവസം തന്നെ ഭൂമി ഏറ്റെടുക്കുന്ന കാര്യത്തിലും തത്വത്തിൽ തീരുമാനിച്ചുവെന്നും മന്ത്രി പറഞ്ഞു. ഗവൺമെന്റ് പറഞ്ഞ തീയതിക്ക് തന്നെ വീടുകളുടെ നിർമ്മാണ പ്രവർത്തനത്തിലേക്ക് കിടക്കുകയാണ്. എല്ലാവരും ഒരു കേന്ദ്രത്തിൽ ഉണ്ടാകണം എന്നുള്ളതാണ് സർക്കാരിൻ്റെ ആഗ്രഹവും അഭിലാഷവും. കോടതിയിൽ ഇതുമായി ബന്ധപ്പെട്ട കേസ് പോകുന്നതിൽ ആളുകൾ ഒരാശങ്കയും വേണ്ട. കാരണം ചീഫ് ജസ്റ്റിസിൻ്റെ ബെഞ്ച് ഇപ്പോൾ പുതിയതായി വന്ന ഒരു കേസെടുത്തപ്പോഴും ദുരന്ത നിവാരണ നിയമപ്രകാരം സർക്കാർ ഏറ്റെടുക്കുന്ന ഈ ഭൂമിയുടെ പ്രവർത്തനങ്ങൾക്ക് ഒരു സ്റ്റേയും ഉണ്ടാകില്ല എന്നെല്ലാവരോടും പ്രഖ്യാപിച്ചു കഴിഞ്ഞു. അപ്പോൾ അതുമായി ബന്ധപ്പെട്ടൊരു വൈകല്യം ഉണ്ടാകില്ല. സർക്കാരിൻ്റെ എല്ലാവരോടുമുള്ള അഭ്യർത്ഥന നമുക്കൊരു പൊതുകേന്ദ്രത്തിൽ ആരംഭിക്കാം എന്നാണ്. ബാക്കി ഓരോരുത്തരും ചെയ്യുന്നതിനെ പ്രത്യേകിച്ച് സർക്കാരിന് വിമർശിക്കാൻ യാതൊരു അധികാരവും ഇല്ല. അതെല്ലാം അവരവരുടെ ഇംഗിതങ്ങൾക്ക് വിധേയമാണ്. സർക്കാരിൻ്റെ നടപടി ഏറ്റവും വേഗത്തിലാകും.
ആ നടപടിക്ക് ഒരു വൈകലും സ്വാഭാവികമായിട്ടുണ്ടാവില്ല. ജോർദാനിൽ നിന്ന് ഇസ്രായേലിലേക്ക് അനധികൃതമായി കടക്കാൻ ശ്രമിക്കുന്നതിനിടെ മലയാളി വെടിയേറ്റു മരിച്ചു. തിരുവനന്തപുരം തുമ്പ സ്വദേശി ഗബ്രിയേൽ തോമസ് ആണ് ജോർദാൻ പട്ടാളത്തിന്റെ വെടിയേറ്റ് മരിച്ചത്. കാലിൽ വെടിയേറ്റ് ഒപ്പമുണ്ടായിരുന്ന ബന്ധു എഡിസൺ നാട്ടിൽ തിരിച്ചെത്തി. ഗബ്രിയേലിന്റെ മൃതദേഹം വിട്ടുകിട്ടണമെന്ന് ബന്ധുക്കൾ ആവശ്യപ്പെട്ടു. സന്ദർശന വിസയിലാണ് ഗബ്രിയേൽ തോമസും എഡിസണും ജോർദാനിലെത്തിയത്. അവിടെ നിന്ന് ഫെബ്രുവരി 10 അനധികൃതമായി ഇസ്രയേലിലേക്ക് കടക്കാൻ ശ്രമിച്ചു. ഇതിനിടെ ജോർദാൻ സേന ഇവരെ തടഞ്ഞെങ്കിലും ഇവർ പാറക്കെട്ടുകളിൽ ഓടി ഒളിച്ചു. തുടർന്നുള്ള വെടിവയ്പിൽ തലയ്ക്ക് പരിക്കേറ്റ ഗബ്രിയേൽ തോമസ് സംഭവ സ്ഥലത്തു തന്നെ മരിച്ചു. എംബസിയിൽ നിന്ന് ഇന്നലെയാണ് ഗബ്രിയേൽ തോമസിന്റെ മരണമറിയിച്ച് മെയിൽ ലഭിക്കുന്നത്. ഒപ്പമുണ്ടായിരുന്ന എഡിസൺ കാലിന് വെടിയേറ്റ് ആശുപത്രിയിൽ ചികിത്സയിലായിരുന്നു. ഇന്നലെ ഇയാളെ കേരളത്തിലേക്ക് തിരികെ അയച്ചു. എന്ത് സംഭവിച്ചെന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് ഇതിനെക്കുറിച്ചൊന്നും അറിയത്തില്ല. 5-ാം തീയതി ഇവിടെ നിന്ന് പോയി. 5-ാം തീയതി ഇവിടെ പോയി തീർന്നതിന് ശേഷം പിന്നെ അതിനുശേഷം ഫോണൊന്നും വന്നിട്ടില്ല. എവിടെയാണ് എന്താണെന്ന് സംഭവിച്ചതെന്ന് ഞങ്ങൾക്ക് അറിയത്തില്ല. അപ്പോൾ 9-ാം തീയതി ഫോൺ വന്നിട്ട് പറഞ്ഞ് ഞങ്ങൾ സേഫ്റ്റിയായിട്ട് റൂമിലുണ്ട് എന്ന് മാത്രം തന്നെ ഒരു വാക്ക് മാത്രം തന്നെ സംസാരിച്ചത്. ഇവർക്കൊപ്പമുണ്ടായിരുന്ന 2 പേർ തടവിലാണ്. 4 പേരെയും ഇസ്രയേലിലേക്ക് കടത്താൻ ഏജന്റ് ഉണ്ടായിരുന്നു. ഇവരെക്കുറിച്ച് പോലീസും ഇന്റലിജൻസും അന്വേഷണം ആരംഭിച്ചു. കുടുംബത്തിന്റെ ആവശ്യം അടൂർ പ്രകാശ് MP വിദേശകാര്യ മന്ത്രാലയത്തെ അറിയിച്ചിട്ടുണ്ട്. 24 തിരുവനന്തപുരം. കോഴിക്കോട് താമരശ്ശേരിയിൽ 10ാം ക്ലാസ് വിദ്യാർത്ഥി മുഹമ്മദ് ഷഹബാസിനെ കൊലപ്പെടുത്തിയ കേസിലെ മുഖ്യപ്രതിയുടെ പിതാവ് കൊട്ടേഷൻ സ്വർണ്ണക്കടത്ത് കേസുകളിൽ പ്രതി. TP വധക്കേസ് പ്രതിക്കൊപ്പം ഇയാൾ നിൽക്കുന്ന ചിത്രങ്ങൾ പുറത്തുവന്നു. ഇന്ന് പോലീസ് നടത്തിയ റെയ്ഡിൽ ഇയാളുടെ വീട്ടിൽ നിന്ന് മുഹമ്മദ് ഷഹബാസിനെ മർദ്ദിക്കാൻ ഉപയോഗിച്ച നഞ്ചക്ക് കണ്ടെത്തി. TP ചന്ദ്രശേഖരൻ വധക്കേസിലെ പ്രതി TK രജീഷിനൊപ്പം മുഹമ്മദ് ഷഹബാസ് കൊലക്കേസിലെ മുഖ്യപ്രതിയുടെ പിതാവ് നിൽക്കുന്ന ചിത്രമാണിത്. സ്വർണ്ണക്കടത്ത്, കൊട്ടേഷൻ കേസുകളിൽ പ്രതിയാണ് വിദ്യാർത്ഥിയുടെ പിതാവ്. ഇന്ന് പോലീസ് നടത്തിയ തെരച്ചിലിൽ ഇയാളുടെ വീട്ടിൽ നിന്നും മുഹമ്മദ് ഷഹബാസിനെ മർദ്ദിക്കാൻ ഉപയോഗിച്ച നഞ്ചക്ക് കണ്ടെത്തി. ഇവിടെ രാവിലെ പരിശോധനയ്ക്ക് എത്തിയിരുന്നുവെങ്കിലും വീട് പൂട്ടിയ നിലയിലായിരുന്നു. മാതാപിതാക്കളെ വിളിച്ചു വരുത്തിയ ശേഷം നടത്തിയ റെയ്ഡിലാണ് നഞ്ചക്ക് പിടിച്ചെടുത്തത്. മകനെ മർദ്ദിച്ചതിൽ കൊട്ടേഷൻ സംഘത്തിന് ബന്ധമുണ്ടെന്ന് മുഹമ്മദ് ഷഹബാസിന്റെ പിതാവ് ആരോപണം ഉന്നയിച്ചിരുന്നു. ഇന്ന് ഷഹബാസിന്റെ കൊലപാതകത്തിൽ പ്രതികളായ 5 വിദ്യാർത്ഥികളുടെ വീടുകളിലും പോലീസ് പരിശോധന നടത്തിയിരുന്നു. പരിശോധനയിൽ 4 മൊബൈൽ ഫോണുകളും ഒരു ലാപ്ടോപ്പും കണ്ടെത്തി. ഇവ ശാസ്ത്രീയ പരിശോധനയ്ക്ക് വിധേയമാക്കും. കൂടുതൽ ആളുകളുടെ പങ്ക് കണ്ടെത്താനായി പോലീസ് CCTV ദൃശ്യങ്ങൾ ശേഖരിച്ച് പരിശോധിച്ചു വരികയാണ്. അതേസമയം കേസിലെ 3 പ്രതികൾ കഴിഞ്ഞ വർഷവും വിദ്യാർത്ഥികളെ മർദ്ദിച്ച ദൃശ്യങ്ങൾ പുറത്തുവന്നു. സ്കൂളിലുണ്ടായ പ്രശ്നത്തിന്റെ പേരിലായിരുന്നു കഴിഞ്ഞ ജനുവരി 5, 6 തീയതികളിലെ സംഘർഷം. പതിനെട്ട് വയസ്സ് പൂർത്തിയാകാത്തതിനാൽ തെറ്റ് ചെയ്താലും ശിക്ഷിക്കപ്പെടില്ല. നിയമം നൽകുന്ന ഈ ഇളവ് നമ്മുടെ കുട്ടികൾക്ക് എന്തും ചെയ്യാനുള്ള ലൈസൻസായി മാറുന്നു എന്നാണ് താമരശ്ശേരിയിലെ സംഭവം സൂചിപ്പിക്കുന്നത്. രാഹുൽ സുരേഷ്, 24 കോഴിക്കോട്. കോഴിക്കോട് മുഹമ്മദ് ഷഹബാസ് കൊലക്കേസ് പ്രതികളുടെ പരീക്ഷാ കേന്ദ്രം മാറ്റി. താമരശ്ശേരി ഹയർ സെക്കൻഡറി സ്കൂളിൽ നിന്ന് വെള്ളിമാട് കുന്നിലേക്കാണ് പരീക്ഷാ കേന്ദ്രം മാറ്റിയത്. പരീക്ഷാ കേന്ദ്രം മാറ്റണമെന്നാവശ്യപ്പെട്ട് പോലീസ് പരീക്ഷാ ഭവൻ സെക്രട്ടറിക്കും ജില്ലാ കളക്ടർക്കും കത്ത് നൽകിയിരുന്നു. സുരക്ഷാ കാരണങ്ങളാലാണ് പരീക്ഷാ കേന്ദ്രം മാറ്റിയത്. കണ്ണൂരിൽ കാട്ടുപന്നിയുടെ ആക്രമണത്തിൽ കർഷകന് ദാരുണാന്ത്യം. മുതിയങ്ങ വഴിയിൽ സ്വദേശി MK ശ്രീധരനാണ് മരിച്ചത്. കാട്ടുപന്നിയെ പിന്നീട് നാട്ടുകാർ ചേർന്ന് തല്ലിക്കൊന്നു. സംഭവത്തിൽ വനം വകുപ്പ് അന്വേഷണം തുടങ്ങി. പതിവ് പോലെ രാവിലെ 9 മണിക്ക് വിളകൾക്ക് വെള്ളം നനയ്ക്കാൻ കൃഷിയിടത്തിലേക്ക് നടന്നു പോവുകയായിരുന്നു ശ്രീധരൻ. കുതിച്ചെത്തിയ കാട്ടുപന്നി ശ്രീധരനെ കുത്തിവീഴ്ത്തി. തല മുതൽ കാൽ വരെ കാട്ടുപന്നി ആക്രമിച്ചു. കഴുത്തിലും നെഞ്ചിലും ഉൾപ്പെടെ ആഴത്തിൽ മുറിവുകൾ. പരാതി പറയേണ്ടെങ്കിൽ ഇതുവരെയായിട്ടും ഇങ്ങനെ ഒരു അനിഷ്ട സംഭവം ഉണ്ടായിട്ടില്ല. ഇതാദ്യമായിട്ടാണ്. തലശ്ശേരി ഇന്ദിരാഗാന്ധി ആശുപത്രിയിൽ എത്തും മുമ്പേ ജീവൻ നഷ്ടമായി. കർഷകരെ ആക്രമിച്ച കാട്ടുപന്നിയെ പിന്നീട് നാട്ടുകാർ ചേർന്ന് തല്ലിക്കൊന്നു. സംഭവം നടന്ന ഭാട്യം പഞ്ചായത്തിലെ മുതിയങ്ങ വയലിൽ കാട്ടുപന്നി ശല്യം രൂക്ഷമാണ്. പന്നികൾ കൃഷിയിടത്തിലെത്തി വിളകൾ നശിപ്പിക്കുന്നത് പതിവ് കാഴ്ചയാണെന്ന് കർഷകർ പറയുന്നു. എന്നാൽ ആളുകളെ ആക്രമിക്കുന്നത് ഇതാദ്യം. വാഴയും കിഴങ്ങും കൃഷിയെല്ലാം നശിപ്പിക്കുന്നുണ്ട്. അത് ഇന്നലെയോ അതാ ചെയ്തിട്ട് കിഴങ്ങുള്ളത് കുട്ടികളക്കിയിട്ട് അവിടെ നമ്മളെ കണ്ട ആദ്യമായിട്ടൊന്നുമില്ല. കുറേ പക്ഷെ മനുഷ്യന്മാർക്ക് ഇതാ കാണുന്നത്. മറ്റ് നമ്മളെല്ലാം കാണുമ്പോഴൊക്കെ ഓടി കളിയാ. ഇപ്പൊ ഇതെങ്ങൾക്ക് വന്നാൽ കാണാം. ഒരു കണ്ടം കേങ്ങ നട നേരത്തെ ഇട്ടിട്ട് ഞാൻ പായം വാങ്ങിയിട്ട് 2000 റുപ്യേൻ്റെ കെട്ടി നിന്നിട്ടും ബാക്കിയായിട്ടില്ല. എന്നിട്ടും പന്നീൻ്റെ അടക്കം ഒരു കാഷ്ണം ബാക്കിയായിരുന്നില്ല. സംഭവത്തിൽ വനം വകുപ്പ് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. ഉത്തരമേഖല CCF-നോടും കളക്ടറോടും
മന്ത്രി AK ശശീന്ദ്രൻ റിപ്പോർട്ട് തേടി. കൃഷിയിലൂടെ ജീവിത വരുമാനം കണ്ടെത്തുന്ന ഒരു കർഷകനാണ് തൻ്റെ കൃഷിയിടത്തിൽ നിന്ന് തന്നെ ദാരുണമായി കൊല്ലപ്പെട്ടത്. മനുഷ്യൻ്റെ സ്വൈര്യ ജീവിതത്തിന് സംരക്ഷണമൊരുക്കാൻ ഇവിടെ നിയമമില്ലേ, ഭരണ സംവിധാനങ്ങളില്ലേ? കണ്ണൂരിൽ നിന്നും മിഥുൻ ചാത്തോത്തിനൊപ്പം അരുൺ പൂപ്പറമ്പ, 24. മലപ്പുറം കൊണ്ടോട്ടിയിൽ ചികിത്സയ്ക്കായി 3 കോടിയിലധികം രൂപ പിരിച്ചു നൽകിയ ചാരിറ്റി പ്രവർത്തകന് രോഗിയുടെ കുടുംബം ഇന്നോവ കാർ സമ്മാനിച്ചത് വിവാദത്തിൽ. സോഷ്യൽ മീഡിയ ചാരിറ്റി പ്രവർത്തകൻ ഷമീർ കുന്നമംഗലത്തിനാണ് കുടുംബം കാർ സമ്മാനിച്ചത്. സോഷ്യൽ മീഡിയയിൽ വിമർശനം ഉയർന്നതോടെ ഷമീർ ലഭിച്ച ഇന്നോവ ക്രിസ്റ്റ തിരിച്ചു നൽകി. കഴിഞ്ഞ വ്യാഴാഴ്ചയാണ് കൊണ്ടോട്ടി മുണ്ടക്കുളത്ത് വെച്ച് ഷാമിൽ മോൻ ചികിത്സാ സഹായ സമിതിയുടെ കണക്കവതരണവും ഷമീർ കുന്നമംഗലത്തിന് യാത്രയയപ്പ് ചടങ്ങും നടന്നത്. TV ഇബ്രാഹിം MLAയും പങ്കെടുത്തു. പരിപാടിയിൽ വെച്ച് കുടുംബം സെക്കൻഡ് ഹാൻഡ് ഇന്നോവ ക്രിസ്റ്റ കാർ ഷമീർ കുന്നമംഗലത്തിന് സമ്മാനമായി നൽകി. നിലവിൽ ഉപയോഗിച്ചുകൊണ്ടിരുന്ന കാർ ഷമീർ തിരിച്ചും കൈമാറി. ഇതാണ് വിവാദത്തിലായത്. അപൂർവ രോഗവുമായി ബുദ്ധിമുട്ടുന്ന ഷാമിലിന്റെ ചികിത്സയ്ക്കായാണ് പണപ്പിരിവ് ആരംഭിച്ചത്. 33 ദിവസം കൊണ്ട് 3 കോടിയിലേറെ രൂപ പിരിച്ചെടുത്തു. ഈ തുകയിൽ നിന്ന് എടുത്താണോ കാറിന് പണം ചിലവഴിച്ചത് എന്ന ചോദ്യവും വിമർശനവുമാണ് സാമൂഹ്യ മാധ്യമങ്ങളിൽ ഉയരുന്നത്. എന്നാൽ പിരിച്ച തുകയിൽ നിന്ന് കാറിന് വേണ്ടി പണം എടുത്തിട്ടില്ല എന്നും ഒരു സ്നേഹ സമ്മാനം എന്ന നിലയിൽ കുടുംബത്തിലെ അകന്ന ബന്ധുക്കൾ ചേർന്ന് നൽകിയതെന്നുമാണ് ഷമീർ പറയുന്നത്. 10-11 ലക്ഷം രൂപയുടെ വണ്ടി അവർ സ്നേഹ സമ്മാനമായിട്ട് നൽകിയിട്ട് അതിനെ മോശമാക്കാൻ ശ്രമിക്കുമ്പോൾ സത്യത്തിൽ അവരോടൊക്കെ പറയാനുള്ളത് എനിക്കിതൊന്നും പ്രശ്നമില്ല. ഇത് ഒരുപാട് കേട്ടും കണ്ടും പരിഹാസങ്ങളും അല്ലെങ്കിൽ ആരോപണങ്ങളും അവഗണനകളും ഒക്കെ നേരിട്ടാണ്. കാരണം നിങ്ങൾ ശരിക്കും നമ്മളിപ്പോൾ എന്താക്കിക്കൊണ്ടിരിക്കുകയാണ്, വളർത്തിക്കൊണ്ടിരിക്കുകയാണ്. വിവാദമായതോടെ ഷമീർ കുന്നമംഗലം കാർ തിരിച്ചു നൽകി. മറ്റൊരു പ്രമുഖ ചാരിറ്റി പ്രവർത്തകനാണ് ഇപ്പോഴത്തെ വിവാദങ്ങൾക്ക് പിന്നിലെന്നും ഷമീർ ആരോപിക്കുന്നു. 24 മലപ്പുറം. ഈ റിപ്പോർട്ടോടെ ഗൾഫ് ഫോക്കസ് പൂർണ്ണമാകുന്നു. നന്ദി, ശുഭരാത്രി.